ഗൈസ്, അപ്പോൾ ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. എന്താ പറയാ, നിങ്ങൾ ഒരുപാട് കുറെ ദിവസമായിട്ട് അതായത് ചോദിക്കുന്ന കുറെ കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരവാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മാസം, കഴിഞ്ഞ മാസം മൃദുലയുടെ ഡെലിവറി ടൈം തൊട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയാണ് നമ്മളെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ പ്രവീൺ, പ്രണവ്, ഇവരെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള വലിയൊരു ചാനൽ തന്നെയാണ്. അപ്പോൾ ഇവരിന് കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇത് പറയുന്നുണ്ട്. ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചതിനെ കുറിച്ചും ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചതിൻ്റെ കാരണം എന്തൊക്കെയാണെന്നുള്ളത് അവരവിടെ വ്യക്തമാക്കുന്നുണ്ട്. അത് കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെ ഉണ്ട്. വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തിനാണ് കാണിച്ചത് എന്നതിനുള്ള ഒരു എക്സ്പ്ലനേഷനും അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവർക്ക് നല്ലതായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ മൃദുലയുടെ ചേച്ചിയുടെ 3 ഡെലിവറിയും അവിടെയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രസവിക്കാൻ പോകുന്നവർക്ക് അത് കംഫർട്ടബിൾ ആണെങ്കിൽ അത് ഓക്കെ, അത് കറക്റ്റ് തന്നെയായിരിക്കും, നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു ഇതായിട്ട് വന്നു കഴിഞ്ഞൊരു എന്തെങ്കിലും ഒരു പെട്ടെന്ന് എമർജൻസി കാര്യം വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടും. ഇപ്പോൾ ഞങ്ങൾക്ക് പത്തനംതിട്ടയിലായതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് ഡെലിവറി ഇവിടെ കാണിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ലാസ്റ്റ് മൊമെൻറ്റിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു ഞാൻ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിനോട് എന്തോ വലിയൊരു ഇത് തോന്നുന്നില്ല. പക്ഷേ എന്നെ പ്രസവിച്ചത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോഴും ഉമ്മ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. നേരെ ബാത്റൂമിൽ പോകാൻ പറ്റും. അപ്പോൾ അന്നത്തെ കാലമല്ലേ, നമ്മളുടെ ആ ഒരു ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റൽ വൃത്തിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഇപ്പോൾ സംബന്ധിച്ച് നോക്കുമ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒത്തിരി മാറിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങളും അതുപോലെ വൃത്തിയൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്കുള്ള അനുഭവങ്ങളാണ് ഞാൻ അന്നത്തെ ആ ഒരു വീഡിയോയിൽ പങ്കുവെച്ചത്. ഇപ്പോൾ മൃദുലയ്ക്ക് അതാണ് കംഫർട്ടബിളായിട്ട് തോന്നിയതെങ്കിൽ പിന്നെ നമ്മൾ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പുള്ളിക്കാരിക്ക് നല്ലതായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് അവിടെ കാണിച്ചതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് അതുകൊണ്ടല്ല, ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് വേറൊരു ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നല്ലോ, അവിടെ നിന്ന് അവർ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ ആ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൊച്ചും അതുപോലെ അച്ഛനും അമ്മയും, പ്രവീണിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും പിണങ്ങി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിണങ്ങിയ കാരണം എന്താണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം, ഒന്ന് കേട്ട് നോക്കാം. നമ്മളെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൊച്ചു, അമ്മ, അച്ഛൻ എല്ലാവരും എവിടെ? ഇപ്പം അവരെ കാണുന്നില്ല വീഡിയോയിലൊന്നും. ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്കും വിഷമങ്ങളുണ്ട്, ദേഷ്യങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃദുലയും എല്ലാവരും, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും. അപ്പം നമ്മളാരും റോബോട്ട്സ് ഒന്നും അല്ല. സ്വിച്ച് ഇട്ട പോലെ എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുപോലെ ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം എല്ലാവർക്കും കമൻസിൽ എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ്. പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം അതുപോലെ പിണക്കങ്ങളും ദേഷ്യങ്ങളും എൻ്റെ കുടുംബത്തിലും ഉണ്ട്. അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അതിൽ കൂടെ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പം നിങ്ങൾ പറയും, നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്ളോഗ് ആക്കുന്നില്ലേ, എന്തുകൊണ്ട് ഇത് വ്ളോഗ് ആക്കുന്നില്ല എന്ന്. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ, ട്രാവല്, നമ്മുടെ കുടുംബമായിട്ടുള്ള യാത്ര, സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ, എൻ്റെ കുഞ്ഞിന് ജനിച്ച നിമിഷങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ്. അതാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഡൗൺ സൈഡ് ഒരിക്കലും നമ്മൾ വിഷമിച്ചിരിക്കുന്നതൊന്നും ഇതുവരെയായിട്ട് നമ്മൾ വ്ളോഗ് ചെയ്തിട്ടില്ല. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യരുത്. നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് കാണിക്കുന്നു എന്ന് വെച്ച് നമ്മൾ ഡൗൺ സൈഡ് കാണിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ അതിനെ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് നിങ്ങളെ മുമ്പിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് എത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം. അല്ലാണ്ട് നെഗറ്റീവായിട്ടുള്ളതോ, അല്ലെങ്കിൽ ഞാൻ മനുഷ്യനാണ് കേസ്, നമുക്കും വിഷമങ്ങളുണ്ട്. നമ്മളൊരു കുടുംബമാകുമ്പോൾ ഇപ്പം നിങ്ങളെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടോ
ഉണ്ടാവാറില്ലേ, വിഷമങ്ങൾ ഉണ്ടാവാറില്ലേ, ദുഃഖങ്ങൾ ഉണ്ടാവാറില്ലേ, നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടാണോ ഇരിക്കാറ്? അല്ല, എല്ലാവരുടെയും കുടുംബത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ എൻ്റെ കുടുംബത്തിലും ഉണ്ട് പ്രശ്നങ്ങളൊക്കെ. അതൊക്കെ മാറുമായിരിക്കാം എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. മാറട്ടെ. ആൾക്കാർ വിളിക്കുന്നത് അത് അവരവരുടെ ഇഷ്ടം, കമന്റ് ബോക്സ് ആണ് അത്. അപ്പോൾ പ്രവീൺ തന്നെ പറയുന്നുണ്ട് അവർ തമ്മിൽ എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കുഞ്ഞിൻ്റെ പേര് എന്ത് കൊടുക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതൊക്കെ അവനവൻ്റേതാണ്. എന്താ പറയുക, പേഴ്സണൽ മാറ്ററാണ്. എല്ലാം ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാം വന്നിട്ട് ഒരു മീഡിയയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന് മുമ്പിൽ വിളിച്ച് പറയണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പല കാരണങ്ങളും ഉണ്ടാവും. ഇതിൻ്റെ താഴെ ഒരുപാട് ബാഡ് കമൻറ്റ്സ് കണ്ടു. ഇപ്പോൾ ഈ ബാഡ് കമൻറ്റ്സ് ഇടുന്നവർക്കും കുടുംബമില്ല, അവരും ഒരിക്കലും പിണങ്ങാതിരിക്കും. എപ്പോഴും ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഒരിക്കലും പിണങ്ങാതെയും അങ്ങനെയൊന്നും ഇരിക്കില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള ഇതൊക്കെ ഉണ്ടാകും. ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷണ കാലഘട്ടമാണ്. അതിൽ കൂടെ കടന്നു വരിക എന്നുള്ളത് നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാം ഒരുമിച്ച് എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും ആർക്കും കിട്ടില്ല. ഇപ്പോൾ അവർ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ട്, അത് ശരിയാണ്. അവർ നല്ല നിമിഷങ്ങൾ മാത്രമാണ് പ്രവീണിന് പങ്കുവെക്കാൻ ഇഷ്ടമുള്ളൂ എന്നാണ് പ്രവീൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നിമിഷങ്ങൾ മാത്രമേ പങ്കുവെക്കാറുള്ളൂ. പക്ഷെ അവരുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ട്, പലതുമുണ്ട്. അപ്പോൾ എന്താ പറയുക, ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഏത് അഡ്രസ്സ് വെക്കും എന്ന് ഒരു ഡൗട്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അവരുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കാം. ഇപ്പോൾ റെൻറ്റിന് ഞാൻ ഹൗസ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ പിണക്കമൊക്കെ മാറി എന്താ പറയുക, നല്ല പഴയതുപോലെ തന്നെ സ്നേഹത്തോടു കൂടി ഇവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് ഫാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ കൊച്ചൂനിയും അതുപോലെ ഇപ്പോൾ എൻ്റെ പിള്ളേരാണെങ്കിലും ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അവർക്ക് ആകെ എന്തോ പോലെയായി. എന്താ പറയുക, അയ്യോ ഇവർ പിണങ്ങിയോ അമ്മ, ഇവരെന്തിനാണ് പിണങ്ങിയത്, ഇവർ നല്ല ഫാമിലിയല്ലേ. എൻ്റെ ആമി തന്നെ പറയുമായിരുന്നു, ഉമ്മ ഞാൻ വലുതായിട്ട് എന്നെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ ഇവരെ പോലുള്ള ഒരു ഫാമിലിക്ക് കൊടുക്കണേ, അവർ കണ്ട ചേട്ടനും അനിയനും എന്ത് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, അങ്ങനെ ഒരു ഇതിൽ കൊടുക്കണേന്ന് പോലും എൻ്റെ ആമി പറഞ്ഞിട്ടുണ്ട്. ഈ ഇടയ്ക്കാണ് പറഞ്ഞത് അവരുടെ ആ ഒരു സന്തോഷം ഇതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ കുട്ടികൾ പോലും നിങ്ങളുടെ ഇത് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ പിണങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള വീഡിയോ കാണാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലുള്ള വീഡിയോസ് കാണുന്ന ആളുകൾക്ക് എന്തായാലും വിഷമമാണ്. അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയുള്ള കമൻറ്റുകളിട്ട് നിങ്ങളോട് ചോദിക്കുന്നത്. പക്ഷെ അവർ നിരന്തരം എന്താ പറയുക, വല്ലാതെ കുത്തി നോവിക്കുന്ന തരത്തിലുള്ള കമൻസ് ഒന്നും ഇട്ട് നോവിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മൃദുലയാണെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായിട്ടുള്ളൂ, അവൾക്കും എന്താ പറയുക, ഹെൽത്തൊക്കെ നോക്കി നല്ല ആരോഗ്യവതയായിട്ട് ഇരിക്കേണ്ട സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ ഫോൺ നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കമൻസുകൾ കാണുമ്പോൾ പുള്ളിക്കാരിക്കും സ്വാഭാവികമായിട്ട് ഡിപ്രഷൻ ആയിപ്പോവും. എന്താ പറയുക, അങ്ങനെയുള്ളതൊന്നും കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. മൃദുല തന്നെ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നവരാണ് എല്ലാവരും, പക്ഷെ ഇപ്പോൾ കമൻസ് നോക്കുന്ന സമയത്ത് കുഞ്ഞിനെ പറ്റിയല്ല ആരും ചോദിക്കുന്നത്, ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസാണ് വരുന്നത്. അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇവരുടെ ഫാമിലി ഇഷ്യൂസൊക്കെ മാറി നല്ല സന്തോഷത്തോടു കൂടി പഴയതുപോലെ തന്നെ ഇവരുടെ കുടുംബജീവിതം ആവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. അവർ നല്ലതുപോലെ ഒരുമിച്ച് നിന്ന് നല്ല ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. പിന്നെ ഫാമിലി ആകുമ്പോൾ എന്താ പറയുക, ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുമൊന്നുമില്ല. എന്തായാലും പ്രവീൺ കാര്യങ്ങളൊക്കെ വന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചത് എന്തുകൊണ്ടാണ്, അതുപോലെ തന്നെ അച്ഛനും അമ്മയും വരാത്തതിൻ്റെ ഇതും എല്ലാം പറയുന്നുണ്ട്. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്കും പുറത്ത് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവർ വരാത്തതെന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെയൊക്കെ അവർ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ എന്തായാലും ഇവരുടെ പിണക്കങ്ങളൊക്കെ മാറി പഴയതുപോലെ തന്നെ ആവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.